ഹായ് കൂട്ടുകാരെ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ രാവിലെ തന്നെ ചായക്ക് കടി നോക്കിയപ്പോൾ മധുരക്കിഴങ്ങായിരുന്നു ഞാൻ വാങ്ങിയത്. അപ്പോൾ അത് പുഴുങ്ങി കഴിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ വെള്ള മധുരക്കിഴങ്ങാട്ടോ വാങ്ങിയത്. ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങുവാണ്. അപ്പോൾ പുഴുങ്ങി നോക്കിയപ്പോൾ കഴിച്ച് നോക്കുമ്പോൾ അതിന് തീരെ മധുരമില്ല കേട്ടോ. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി. അപ്പോൾ മധുരക്കിഴങ്ങ് വെച്ചിട്ടൊരു രാവിലത്തെ ചായക്കടി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വേഗം പുഴുങ്ങി വെച്ച മധുരക്കിഴങ്ങ് എടുത്ത് നല്ലോണം ഒരു 2-3 കിഴങ്ങെടുത്ത് നല്ലോണം പൊടിച്ചെടുത്തു കേട്ടോ. പിന്നെ അതിലേക്കൊരു ചെറിയ മുറി തേങ്ങ, ഒരു അരമുറി തേങ്ങ എടുത്തു. പിന്നെ ഒരു ആണി ശർക്കരയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതാ ശർക്കര ഞാൻ പാനിയാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഈ ശർക്കര പാനിയിലേക്ക് ഈ തേങ്ങയും പിന്നെ പൊടിച്ച് വെച്ച ഇത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് അവിലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ചേർക്കാൻ 2 ഏലക്കായും. അപ്പോൾ ആദ്യം ഞാൻ ശർക്കരപ്പാനിയിലേക്ക് നമ്മുടെ മധുരക്കിഴങ്ങ് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ആ ശർക്കരപ്പാനി കിടന്നൊന്ന് എന്താ പറയുക, പാനിയായിട്ടൊന്ന് മിക്സ് ആവുന്നോടം വരെ ഇരിക്കട്ടെ. അതിൽ കുറച്ച് ഉടയാത്ത ഉണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ചും കൂടെ ഒന്ന് ഉടയ്ക്കുക. പിന്നെ കുറച്ച് അങ്ങനെ ഉടയാതെ കിടക്കുന്നത് നല്ലതാണ്. നമുക്കിത് എല്ലാം കൂടെ ഒന്ന് മിക്സായി വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കടിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഇട്ടുന്നത് നല്ലതാട്ടോ. ഞാൻ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഏലക്കായും കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഏലക്കായ പൊടിക്കാം കേട്ടോ. നമുക്ക് ഏലക്കായും കൂടെ പൊടിച്ചിട്ട് അതിലേക്ക് ചേർക്കാവേ. പിന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നെയ്യ് ലാസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഏലക്ക ചേർക്കാം. ഇപ്പോൾ അത് നല്ലോണം തിളച്ച് ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പിന്നെ അവിലിട്ട് കൊടുക്കാം. തിളച്ച് വന്നതിലേക്ക് അവിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിലിട്ട് നല്ലോണം ഒന്ന് ഇളക്കി രണ്ടും കൂടി മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അറിയോ, നമുക്ക് ഈ മധുരക്കിഴങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരുപാട് പോഷക ഗുണങ്ങളുള്ള സാധനം കേട്ടോ. അങ്ങനെ അധികം ആരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. കുറേ പേർക്ക് അത് അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ കഴിക്കാൻ. എനിക്കും ആദ്യം അത് കഴിക്കാനൊന്നും ഇഷ്ടമില്ലായിരുന്നു. പിന്നെ ചിലതിന് നല്ല മധുരമുള്ളുണ്ട്, അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഇടയ്ക്ക് ഞാനൊരു ഒരു വീഡിയോ കണ്ടതിൽ ഡോക്ടർ പറഞ്ഞു ഒരുപാട് ഗുണങ്ങളുണ്ടായില്ലേ പിന്നെ മധുരക്കിഴങ്ങിൽ നിന്ന്. നമ്മൾ ഓരോ പ്രോട്ടീനും ഇതിനും വേണ്ടിയിട്ട് വൈറ്റമിനും ഒക്കെ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ഓരോ പ്രോട്ടീൻ പൊടിയും വൈറ്റമിൻസ് അങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ കടയിൽ നമ്മൾ ഇത് ഉണ്ടാകാൻ വേണ്ടി വാങ്ങി കഴിക്കുന്നതിനെക്കാട്ടി നല്ലതാണ് ഇത് കഴിച്ചാൽ. അപ്പോൾ അതാ നമ്മൾ അതെല്ലാം കൂടെ മിക്സാക്കി നെയ്യും ചേർത്ത് കൂട്ടി യോജിപ്പിച്ചതാണ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മളൊരു സ്റ്റീലിൻ്റെ പരന്ന പ്ലേറ്റിലേക്ക് ഇച്ചിരി നെയ്യ് തടവിയിട്ട് അതിലേക്ക് സെറ്റ് ചെയ്തായിട്ട് തണുപ്പിക്കുക. തണുപ്പിച്ച് കഴിയുമ്പോൾ തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല. ഇനി ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കണം എന്നുള്ളവർക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കില്ല. അത് ഇതിനകത്ത് എന്താ പറയുക, പ്ലേറ്റിൽ വെച്ച് മൂടി വയ്ക്കും. അത് തണുത്ത് കഴിയുമ്പോൾ മുറിച്ച് കഴിക്കാം കേട്ടോ. എന്താണെന്നറിയോ, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ. പിന്നെ മക്കൾക്ക് അല്ലാതെ നമ്മൾ പുഴുങ്ങി കൊടുത്താൽ അവരങ്ങനെ എല്ലാ മക്കളും കഴിക്കണം എന്നില്ല. ചിലവർക്ക് നല്ല ഇഷ്ടമാണ്, എല്ലാ മക്കളൊന്നും അങ്ങനെ കഴിക്കില്ല. ഇപ്പോഴത്തെ മക്കൾ പ്രത്യേകിച്ച് ഇതൊന്നും അങ്ങനെ കഴിക്കാറില്ലല്ലോ. പിന്നെ ഞാനിത് അതിൻ്റെ ഇടയിൽ ഉച്ചത്തേന് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ ആക്കി. അമ്മു നേരത്തെ പോയിട്ടോ. അപ്പോൾ ചോറാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കിയത് കേട്ടോ. മുട്ട റോസ്റ്റും ചോറുമാണ്. അപ്പോൾ ഇനി അടുക്കളയിൽ എനിക്ക് കുറച്ചും കൂടെ പണിയുണ്ട്. ഇതെല്ലാം കൂടെ ചെയ്തിട്ട് എല്ലാം നേരം എന്ന് പറഞ്ഞ് നടക്കുക. പാത്രങ്ങളൊക്കെ വാരി വലിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തേച്ച് കഴുകി അടുപ്പിൻ്റെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കളയിലെ പണി കഴിയും. അപ്പോൾ ഞാൻ തണുക്കാൻ വെച്ചതാണ് മുറിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മു രാവിലെ ആ പുഴുങ്ങിയ മധുരക്കിഴങ്ങ് തിന്നിട്ടാണ് പോയത്. അവൾ പോകുമ്പോഴേക്കും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. അവൾ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉണ്ടാക്കി വെച്ചത്. ഇനിയിപ്പോൾ വൈകുന്നേരം വരുമ്പോൾ ഒക്കെ ചായക്ക് കഴിക്കാനാവും. ഇവിടെ വെച്ചാൽ മതി. അപ്പോൾ വൈകുന്നേരത്തിനുള്ള ചായക്കടിയാവും. അപ്പോഴവളാ പറഞ്ഞ ഒരു രസമില്ല മധുരക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് മധുരമില്ലാന്ന്. അപ്പോൾ എനിക്ക് തോന്നിയതാണ് ഇങ്ങനെ ചെയ്ത് വെക്കാമെന്ന്. അപ്പോൾ ഞാൻ അവൾ പോയി കഴിഞ്ഞിട്ട് വേഗം ചെയ്ത് വെച്ചപ്പോൾ ഞാനൊരു കഷ്ണം എടുത്തിട്ട് ചായ കുടിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താണെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ മധുരം വേണമെങ്കിൽ ഒരാണി ശർക്കരയും കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. മധുരം നല്ലോണം ഇഷ്ടമുള്ളവർക്ക് മധുരം നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ലതാണ്.